പരമ്പരാഗതമായി CPM-ന്റെ തെരഞ്ഞെടുപ്പ് ശൈലി ഇത് തന്നെയാണ്. അതായത് നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയില്ലെങ്കിൽ കുറുക്കു വഴികളിലൂടെ അടിവേലകളിലൂടെ എതിരാളിയെ തറപറ്റിക്കുക. ഇതാണ് CPM-ന്റെ കാലാകാലങ്ങളായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ശൈലി. അത് തൃശ്ശൂരിൽ ഏറ്റവും അധികം. എന്തിനാണ് സുരേഷ് ഗോപി ഇടതുപക്ഷം ഇത്ര ഭയക്കുന്നതെന്നാണ് ആർക്കും മനസ്സിലാകാത്തത്. സുരേഷ് ഗോപി ഇവരെ ഒന്നും ചെയ്യുന്നില്ല. സുരേഷ് ഗോപിയുടെ ശൈലിയിൽ വോട്ട് തേടി പ്രചരണം നടത്തുകയാണ്. സുരേഷ് ഗോപി അനാവശ്യമായി ഇടതുപക്ഷത്തെയോ വലതുപക്ഷത്തെയോ കടന്നാക്രമിക്കുന്നില്ല. വ്യക്തിപരമായി ആരെയും തേജോവധം ചെയ്യുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയിലോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കോട്ടയിലോ കടന്നു കയറുന്നില്ല. സുരേഷ് ഗോപിയുടേതായ രീതിയിൽ തന്റെ അണികളോടൊപ്പം ചേർന്ന് അമ്മമാരോട്, പെങ്ങന്മാരോട്, സഹോദരങ്ങളോട്, വോട്ടർമാരോട് നേരിട്ട് വോട്ട് ചോദിക്കുന്നു. അതിൽ ഇത്രത്തോളം അസഹിഷ്ണുത എന്തിനാണ് സഖാക്കളെ എന്ന് മാത്രമാണ് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ചെയ്ത വികസനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, നിങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിങ്ങൾ വോട്ട് തേടൂ.